ഈ നാടൻ കലകളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ ഫോക്ലോർ അക്കാദമി പോലുള്ള ഗവൺമെന്റ് ഓതറൈസ്ഡ് ആയിട്ടുള്ള സംവിധാനങ്ങളിൽ നിന്ന് ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള സഹായമോ എന്തെങ്കിലും ലഭിക്കാറുണ്ടോ? സാമ്പത്തിക സഹായം സമിതിക്ക് ലഭിക്കുന്നില്ല. അതേസമയം അംഗീകാരങ്ങൾ കൊടുക്കുന്നുണ്ട്, എങ്കിലും അത് അപൂർവമായിട്ടേ ഉള്ളൂ. കാരണം ഫോക്ലോർ അക്കാദമി പ്രവർത്തിക്കുന്നത് കണ്ണൂരാണ്. പക്ഷെ അവര് കൂടുതൽ പ്രാധാന്യം കണ്ണൂരുള്ളവർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോ തന്നെ അവാർഡ്, എനിക്ക് ഫോക്ലോർ അക്കാദമി അവാർഡ് മേടിക്കാൻ അവിടെ ചെല്ലുമ്പോൾ നമ്മളെ കൊല്ലം, തിരുവനന്തപുരം ജില്ലയിലുള്ള അപൂർവം പേരേ ഉള്ളൂ. ബാക്കി എല്ലാവരും അവിടെ ഉള്ളവരാ എല്ലാം മേടിക്കും. ഒരുപക്ഷെ അതിൽ അവരിലേക്ക് നേരത്തെ തന്നെ ഇതിന്റെ ഒരു പ്രചാരം എത്താത്തത് കൂടി കണ്ടാളാം. അവർക്ക് ഇതിനെപ്പറ്റി അറിവില്ല. ഇതൊരു ചരിത്രമോ ഐതിഹ്യമോ, അതൊരു മഹത്തായ കലയാണ്. അതുമല്ല, മറ്റു കലാരൂപത്തിന്റെ ഒരു മുത്തച്ഛനാണിത്. കാരണം ഇതിന് ശേഷമാണ് ഈ നാടകങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതിനുള്ള പല ഉദാഹരണങ്ങൾ ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെ അവർക്ക് അതിനെപ്പറ്റി അറിയില്ല. പക്ഷെ അത് ഫോക്ലോർ അക്കാദമിയുടെ ഒരു സെക്ഷൻ ഇങ്ങോട്ട് കൂടെ ഒരു ഓഫീസ് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഈ തെക്കോട്ട് കിടക്കുന്ന നാടൻ കലാകാരന്മാർക്ക് വളരെ, ഇത് കാക്കാശ്ശേരി മാത്രമല്ല, ധാരാളം നാടൻ കലകൾ ഇവിടെ ഉണ്ട്, നാടൻ കലാകാരന്മാരുണ്ട്, അവർക്കൂടെ ഗുണം ലഭിച്ചേനെ. ഇപ്പൊ തോറ്റമ്പാട്ട് ഉൾപ്പെടെ ധാരാളം ഉണ്ട്. ഇപ്പോ ഇത് അവതരിപ്പിക്കപ്പെടുന്നതും അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി കൊല്ലം, ആലപ്പുഴ ജില്ലയ്ക്ക് അപ്പുറത്തേക്ക് ഇത് അവതരിപ്പിക്കുന്നില്ല, അപൂർവമായിട്ടേ ഉള്ളൂ. കൂടുതലും ഞങ്ങൾ കളിക്കുന്നത് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണ്. അപൂർവമായിട്ട് മാത്രമേ പാലക്കാട് അങ്ങോട്ട് പോകുന്നുള്ളൂ. പക്ഷെ അവര് ഭംഗിയായിട്ട് ആസ്വദിക്കുന്നുണ്ട്. അവർക്കിതൊരു പുതുമയുള്ള അനുഭവമാണ്. അവിടെ കളിക്കുന്നിടത്ത് നല്ല അഭിപ്രായമാണ്. പാലക്കാട് അവർക്ക് പൊറാട്ട് നാടകം, അവരുടെ തദ്ദേശീയമായ പൊറാട്ട് നാടകം, അല്ലെങ്കിൽ കാസർഗോഡേക്ക് ചെല്ലുമ്പോൾ അവിടെ യക്ഷഗാനം, ചവിട്ട് നാടകം, അങ്ങനെയൊക്കെ ഉണ്ട്, അവരുടെ തദ്ദേശീയമായ കല. അതുപോലെ ശരിക്കും നമുക്ക് തിരുവനന്തപുരത്തിന് അഭിമാനിക്കാവുന്ന ഒരു പൂർണ്ണമായ കലാരൂപമാണ് കാക്കാശ്ശേരി നാടകം. അത് മാത്രമല്ല, ഇത് ഞാൻ പറഞ്ഞില്ലേ, കാക്കാശ്ശേരി നാടകത്തിന്റെ മുത്തച്ഛൻ എന്ന് പറയുമ്പോൾ ഈ കാക്കാശ്ശേരി അവതരിപ്പിക്കുന്ന സമയത്ത് സ്റ്റേജ് തന്നെ കിട്ടുന്നത് ഇവര് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് മുത്തച്ഛൻ എന്ന് പറയാൻ കാരണം ഒരു പ്രോഗ്രാം ബുക്ക് ചെയ്തു എൻ്റെ ആശാനോട് ആയിരിക്കും ചിലപ്പോൾ അന്ന് പ്രോഗ്രാം കളിപ്പിക്കാൻ ആശാനോട് പറയും, ശേഖരൻ ആശാനെ ഇന്ന സ്ഥലത്ത് വന്നൊരു കളി കളിക്കണം എന്ന് പറയാം. അന്ന് കളിക്കുന്ന സ്ഥലം തന്നെ തമ്പുരാക്കന്മാരുടെ വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ കൊടിതിക്കളങ്ങളിലാണ്. അല്ല ഇന്നത്തെ പോലെ ഉത്സവങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ തമ്പുരാക്കന്മാരുടെ വീട്ടിലെ ഒരു പ്രധാന ദിവസം, ചിലപ്പോൾ കുട്ടിയുടെ ഒരു ബർത്ത്ഡേ ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും വിശേഷ ദിവസം വരുമ്പോഴാണ് കളിക്കാൻ പറയുന്നത്. അപ്പോൾ ഇവരെല്ലാം കൂടി അവിടെ ചെന്ന്, തുച്ഛമായ പൈസയാണ് പറയുന്നത്, അവിടെ ചെന്നിട്ട് അവർക്ക് സ്റ്റേജ് കെട്ടാനുള്ള കമ്പും തടിയും പോലെയൊക്കെ അവർ കൊടുക്കും. ഇവർ തന്നെയാണ് കിട്ടുന്നത്. എന്നിട്ട് ഭക്ഷണം പാകാനുള്ള പച്ചയായ സാധനം കൊടുക്കും. ഇവർ തന്നെയാണ് വേവിച്ച് ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ അന്ന് അവതരിപ്പിക്കുന്ന സ്റ്റേജ് കെട്ടിട്ട് അതില് ഫ്രണ്ടിൽ കട്ടണമൊന്നുമില്ല. അതില് പിന്നില് നല്ല വൃത്തിയുള്ള നോക്കി 2 കൈലി എടുത്ത് കിട്ടും. എന്നിട്ട് അതിന്റെ മുന്നിലാണ് പിന്നണിക്കാർ ഇരിക്കുന്നത്. പിന്നണിയോട് കൂടിയാണ്. അന്ന് ഇന്നത്തെ പോലെ റെക്കോർഡിംഗ് ഇല്ല, പിന്നണി കൂടിയാണ്. അപ്പൊ അത് മാത്രമല്ല, ഈ കലാരൂപ ഒരു പ്രത്യേകത ഉള്ളത്, ഒരു കഥാപാത്രം വരുമ്പോൾ അദ്ദേഹം പാടിക്കൊണ്ടാണ് വരുന്നത്. തിരിച്ചു പോകുമ്പോഴും പാടിക്കൊണ്ടാണ് പോകുന്നത്. അവര് വേദിയിൽ പാടണം. പണ്ട് നാടകത്തിലൊക്കെ KPC സുലോചനൊക്കെ പാടിയതുപോലെ അവര് അതിനെ വരവ് പാട്ടും പോക്ക് പാട്ടും എന്നാണ് പറയുന്നത്. ഒരു കഥാപാത്രം വരുമ്പോൾ പാടിക്കൊണ്ടുവരും, പോകുമ്പോൾ. ഇപ്പൊ തന്നെ അതിന്റെ തുടക്കം എന്നുള്ളത് സഭാവന്ദനമാണ്. ആദ്യം വന്നിട്ട് 2 കുട്ടികളെ സദസ്സിനെ വന്ദിച്ചുകൊണ്ട് പാടുന്നു. ആലസിംഹനെ ആലമുണ്ടോരോരനെ നീലകണ്ഠനെ നിത്യം സരഹുവനെ, ഇങ്ങനെ പാടി ആ സദസ്സിനെ വന്നിച്ചിട്ട് പോവുക. പിന്നെ ഇതിന്റെ കഥകൾ പറയാനും മറ്റുമായിട്ടൊരു വിദൂഷകൻ എന്നൊരു കഥാപാത്രം വരുന്നുണ്ട്. അദ്ദേഹം വരുമ്പോഴും പാടിക്കൊണ്ടാണ് വരുന്നത്. ആ പാട്ടിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ഒരക്ഷരം കൊണ്ടായിരിക്കും പാടുന്നത്. ലാ 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 ലാ. ഈ ഇതുപോലെ പാടിക്കൊണ്ടുവരുന്നു. എന്നിട്ട് വന്നിട്ട് കാര്യങ്ങൾ പറയുന്നു. അദ്ദേഹം പോകുന്നു. ഒരു കോമഡി കഥാപാത്രം കൂടിയായി. എന്നിട്ടാണ് കഥ ആരംഭിക്കുക. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ അന്ന് കട്ടണമൊന്നുമില്ല. അപ്പൊ നാടകങ്ങളൊന്നും കളിക്കുമ്പോൾ കട്ടൻ കെട്ടിയാണ് കളിക്കുന്നത്. അപ്പൊ അതിനു മുമ്പേ ഈ കലാരൂപം ഉണ്ടായിരുന്നു.